നിലവിൽ കേരളത്തെപ്പറ്റി നമ്മുടെ സംസ്ഥാനമാകുമ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും BJP ജയിക്കുന്ന സംസ്ഥാനങ്ങളും BJP ഭരണത്തിലേറുന്ന സംസ്ഥാനങ്ങളുമാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാറ്. പക്ഷേ കേരളത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒന്നിൽ നിന്ന്, അതായത് ഒരു പ്രാവശ്യം രാജഗോപാലിലൂടെ നിയമം പിടിച്ചിരുന്നു, അതിനുശേഷം ഇത് നഷ്ടമായി. വീണ്ടും ഇപ്പോൾ 3 സീറ്റുകൾ BJPക്ക് നേടാൻ കഴിഞ്ഞു. അത് ചെറിയ കാര്യമല്ല. UDFന്റെ ഒരു തരംഗം നിൽക്കും. അതെ, UDFന്റെ ഒരു തരംഗം ഇല്ലായിരുന്നുവെങ്കിൽ BJPയുടെ സീറ്റുകൾ ഇതിലും വർദ്ധിച്ചാണ് എന്നുള്ളത് സംശയമില്ല. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സീറ്റുകൾ ജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, BJPയുടെ പ്രവർത്തനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എങ്കിലും ഈ കേരളത്തിൽ ഉള്ള അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചേ എന്ന് പറഞ്ഞ് എല്ലാവരും ആഘോഷത്തോടെ നടന്നു പോകും. ഒന്നിന് പകരം 3 വന്ന ഒരു സാഹചര്യം, അത് 3 താമരകൾ വിരിഞ്ഞു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. CPMന്റെ കരുത്തരായ 2 നേതാക്കന്മാരെ, ഒന്ന് ശിവൻകുട്ടിയെയും മറ്റ് കടകംപള്ളി സുരേന്ദ്രനെയും തോൽപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് 2 സീറ്റുകൾ BJP നേടി. ചാത്തന്നൂർ കഴിഞ്ഞ 2 ടേമിൽ രണ്ടാമത് നിന്നിരുന്ന ഗോപകുമാർ, അദ്ദേഹം അവിടെ പലരും പറയുന്നുണ്ടായിരുന്നു, അതായത് പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും രഹസ്യമായിട്ട് അവിടെ അങ്ങനെ ഒരു ടോൺ ഉണ്ടായിരുന്നു, അതായത് അദ്ദേഹം ജയിച്ചേക്കാം എന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു മണ്ഡലത്തിലെ ഒരു ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ അവിടെ എല്ലാം ഉള്ള ഒരു ഒരു ജനകീയ ഇമേജ്, ഇതൊക്കെയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് എന്ന് പറയും. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റ് എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. അതായത് 3 സീറ്റ് ജയിക്കാമെങ്കിൽ 10 സീറ്റും ജയിക്കാമെന്ന് നാളെ ജനങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ആ മാറ്റം എന്നുള്ളത് അപ്പോൾ ഈ മാറുമെന്ന് പറഞ്ഞ പോലെ അത് ചെറിയ തോതിലാണെങ്കിൽ അത് അച്ചീവ് ചെയ്തു, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാക്കി. പക്ഷേ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ UDFന്റെ ഈ ഒരു കടുത്ത ഒരു തരംഗം ഉണ്ടായില്ലായിരുന്നു എങ്കിൽ BJPക്ക് ഇതിലും കൂടുതൽ സീറ്റുകൾ ലഭിച്ചേനെ, അതിൽ യാതൊരു സംശയവുമില്ല. ഇനി BJP ഇപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, 2031 ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴേ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല ഡബിൾ ഡിജിറ്റിലേക്ക് ദീർഘകാല പദ്ധതിയാണ് വേണ്ടത്. അതെ, എവിടെ നിന്നാണ് വോട്ട് ലഭിക്കേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് ഇപ്പം നിലവിൽ എവിടെ നിന്ന് വോട്ട് ലഭിക്കുന്നു, പൊട്ടൻഷ്യൽ ടാർഗറ്റ് ആരാണ്, അതിനനുസരിച്ചുള്ള ലോക്കൽ അല്പം കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു പദ്ധതിയാണ് വേണ്ടത്. ഇപ്പം നിയമം എന്നുള്ളത് നമുക്കറിയാം, എന്തായാലും BJP ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരന് നല്ലൊരു ഇമേജ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അദ്ദേഹം വളരെ സജീവമായിരുന്നു, അവിടുത്തെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോർപ്പറേഷൻ വിജയിച്ചതിന് ശേഷം ഒരു വികാരം തലസ്ഥാനത്ത് പൊതുവേ ഉണ്ടായിരുന്നു. പിന്നെ രാജീവ് ചന്ദ്രശേഖർ എഡ്യൂക്കേറ്റഡ് ആയുള്ള ഒരു വ്യക്തിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്സസ് ഉള്ള ഒരാളാണ്, മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും വികസനം കൊണ്ടുവരാൻ പറ്റും, നിയമത്ത് ഒരു മാറ്റം വേണം, ശിവൻകുട്ടിയെ കൊണ്ട് ഇനി എന്ത് സാധിക്കും, മാക്സിമായി എന്നുള്ളൊരു ഫീല് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ അവിടെ നേടാൻ സാധിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ലീഡ് ചെയ്തിരുന്നു. അതുകൂടാതെ കൂടുതൽ നിർണായകമായുള്ള ഒരുപാട് വാർഡുകൾ ജയിച്ചു, വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ബേസ് വോട്ടുള്ളൊരു സ്ഥലത്ത് വിജയിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിനനുസരിച്ച് തന്നെ ഡെലിവർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ ലീഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാലും വലിയൊരു ഭൂരിപക്ഷം അല്ലെങ്കിലും ഒരു ഡീസൻ്റ് ആയുള്ള ഭൂരിപക്ഷത്തിന് വിജയിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പോൾ നിയമം ഏതാണ്ട് ഉറപ്പിച്ചതായിരുന്നു. പിന്നെ കഴക്കൂട്ടമായിരുന്നു ഒരു ത്രില്ലർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മത്സരമായിരുന്നു, ഫോട്ടോ ഫിനിഷ്. അതിനുശേഷമാണ് ഇപ്പോൾ 420 വോട്ടിനാണ് ചില വോട്ടുകൾക്ക് ജയിച്ചിരിക്കുന്നത്. പക്ഷേ വി മുരളീധരൻ്റെ ഒരു ഹാർഡ് വർക്ക് അത് നമ്മൾ പ്രത്യേകം പറയണം. തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ട് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും BJPക്ക് അത് കാണാൻ സാധിച്ചു, മേഖലയിൽ കിട്ടി. അതായത് കഴക്കൂട്ടത്ത് BJP 15 വാർഡുകളിൽ ജയിച്ചു. കഴക്കൂട്ടം ഒരിക്കലും BJPക്ക് അനുകൂലമായുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. നേരത്തെ 5 വാർഡുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല ഇടവ മേഖലകളായിരുന്നു, പരമ്പരാഗതമായിട്ട് BJPക്ക് അത്ര ശക്തിയില്ലാത്ത CPMൻ്റെ കോട്ടകളായിരുന്നു. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളിയുടെ വാർഡ് വരെ BJP ജയിച്ചു. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. പിന്നെ മുരളീധരൻ എല്ലാ വീടുകളിലും പോകുന്നു, എപ്പോഴും കാണുന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു പ്രാദേശികമായി തന്നെ സജീവമായുള്ള ആറ്റിങ്ങൽ ലോക്സഭയിൽ നടത്തിയ ആ ഒരു കരുത്തുറ്റ ഒരു പോരാട്ടം, കേരളത്തിലെ ഏറ്റവും മികച്ച പോരാട്ടം കാഴ്ചവെച്ചത് വി മുരളീധരനായിരുന്നു. കാര്യം സുരേഷ് ഗോപി ജയിച്ചു, പക്ഷേ രാഷ്ട്രീയമായ ജയം നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം അത് സുരേഷ് ഗോപിയുടെ പേഴ്സണൽ വോട്ടുകളുണ്ട്, തീർച്ചയായും. പക്ഷേ ആറ്റിങ്ങലിലെ മുരളീധരൻ്റെ മുന്നേറ്റം 3,11,000 ലോക്സഭാ, അത് മാത്രമല്ല പ്രത്യേകിച്ചൊരു ട്രെൻഡോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ഈ പ്രത്യേകിച്ച് ആറ്റിങ്ങൽ പോലുള്ള ഒരു ഇടത് കോട്ടയിൽ ഈ മുരളീധരൻ അത്രയും കൊണ്ടുവരാൻ വെച്ചാൽ ചെറിയ കാര്യമൊന്നും ആയിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അന്ന് തൊട്ട് പ്രവർത്തിച്ച കുറേ കാര്യങ്ങൾ അത് ഈ പ്രാവശ്യം കഴക്കൂട്ടത്ത് അത് പലപ്പോഴും അദ്ദേഹം മത്സരിക്കുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പം ആദ്യം 2016 അദ്ദേഹം കഴക്കൂട്ടത്ത് മത്സരിച്ചു. അന്നാണ് വലിയ മുന്നേറ്റം BJP ആദ്യമായിട്ടുണ്ടായി. 42,000-ലധികം വോട്ട് പിടിച്ചു, ഒറ്റയടിക്കാണ് കയറിയത്. അപ്പോൾ അത് വലിയൊരു ചേഞ്ചായിരുന്നു. അപ്പോൾ അത് തുടർന്നു
മുന്നോട്ട് കൊണ്ടുപോകാൻ BJPക്ക് സാധിച്ചു. പിന്നെ കടകംപള്ളിക്കെതിരെ ഒരു വികാരമുണ്ടായിരുന്നു. കടകംപള്ളി ഈ ചെറിയ വോട്ടിനാണ് തോറ്റത്. അദ്ദേഹത്തിന് അത്രയും സ്വാധീനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ ഫണ്ടൊക്കെ ഒരുപാട് കൊടുത്ത് അങ്ങനെ വളരെ സജീവമായിട്ട് ഇടപെട്ടിരുന്നൊരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് വിജയിക്കാനുള്ളൊരു ഫോർമുല അറിയായിരുന്നു. പക്ഷേ അതിന് മറികടക്കുന്ന രീതിയിലുള്ള ഒരു വിജയം BJPക്ക് അവിടെ നേടാൻ സാധിച്ചു എന്നുള്ളത്. അതെ, അത് മാത്രമല്ല നിയമസഭയെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരനൊപ്പം കരുത്തനായ അല്ലെങ്കിൽ സംഘടനാ രീതിയിൽ കരുത്തുറ്റ ഒരു MLA ആണ് വി മുരളീധരൻ. അദ്ദേഹം ഇത്രയും കാലം കേരളത്തിൽ പ്രവർത്തിച്ച, പ്രത്യേകിച്ചും കണ്ണൂർക്കാരനും കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കരുത്തുറ്റ ഒരാൾ, അദ്ദേഹത്തിനൊരു ഒരു ഒരു ഇമേജ് ഉണ്ട് പൊതുവെ, എവിടെയും സംസാരിക്കാൻ കഴിയും എന്നുള്ള കൃത്യമായ വീക്ഷണമുള്ള, അതെ, അളന്നു മുറിച്ച് സംസാരിക്കുന്ന. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ദേശീയ തലത്തിൽ AVPയുടെ ചുമതല ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന പലരും ഇന്ന് പലയിടത്തും മുഖ്യമന്ത്രിമാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം, സംഘടനാ രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം അവിടെ നടത്തി എന്നുള്ളതാണ്. വെറുതെ വലിയ പ്രചാരണങ്ങളോ ആൾ കാണിക്കലോ ഒന്നുമല്ല, താഴെ തട്ടിലുള്ള സംഘടനാ രീതിയിലുള്ള പ്രവർത്തനം അവിടെ വി മുരളീധരൻ്റെ. ഞാൻ MLA ആയാലും എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് കഴക്കൂട്ടം അറിയാം, നമുക്ക് ഈ IT മേഖലയൊക്കെയാണ്, ഒരുപാട് IT സ്ഥാപനങ്ങളൊക്കെ ഉള്ള, ടെക്നോ പാർക്കൊക്കെ ഉള്ള പ്രദേശങ്ങൾ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്നാൽ വളരെ ഗ്രാമീണ സ്വഭാവമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാമ്പയിനിങ്ങിൽ ഒരു ഷിഫ്റ്റൊക്കെ വരുത്തി ആ രീതിയിൽ പ്രചരണം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് തന്നെ. നമ്മൾ ഈ ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള ഹാർഡ് വർക്ക് എന്നൊക്കെ തീർച്ചയായിട്ടും ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് തന്നെയാണ്. മാത്രമല്ല അദ്ദേഹത്തെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും, ഒരു എക്സ്ട്രാ ഒന്നും അദ്ദേഹം പറയാറില്ല. അതായത് പറയുന്നത് അളന്ന് മുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കുള്ളൂ. ഒരു 2 വരി ഒരു എക്സ്ട്രാ അങ്ങനെയില്ല. അത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ അദ്ദേഹം ഈ പറയുന്ന കാര്യത്തിൽ അനാവശ്യമായ ഒരു ചിരി പോലും അപൂർവമാണ്. അങ്ങനെ ഒരു പലപ്പോഴും അടുത്ത ആളുകളൊക്കെ പറയാറുണ്ട്. അതെ, ചിരിക്കുക എന്നൊക്കെ. അതെ. പക്ഷേ സംഘടനാ തലത്തിൽ ആ സംഘടനാ വർക്ക് എങ്ങനെ നടത്തണമെന്ന് നല്ലപോലെ അറിയാവുന്ന ഒരു നേതാവാണ്. സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴാണല്ലോ BJP സംഘടനാ തലത്തിൽ ഏറ്റവും ശക്തി വോട്ട് പിടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറി. അത് മാത്രമല്ല ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗംഭീരമാക്കി ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എന്തായാലും ഒരിടത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയുന്ന ഒരാളായിരുന്നു. സ്വാഭാവികമായിട്ടും നിയമസഭയിൽ വരുമ്പോൾ പല കാര്യങ്ങൾക്കും വളരെ ഒരു പ്രതീക്ഷയായിട്ട് വി മുരളീധരൻ മാറും എന്നുള്ളതിൽ സംശയമില്ല. ചാത്തന്നൂർ ഈ പറയുന്ന പോലെ അതൊരു സോഷ്യൽ എഞ്ചിനീയറിങ് ഒരു ആ ആസ്പെക്ട് നോക്കുന്ന സമയത്ത് വലിയൊരു മാറ്റമാണ്. അത് പലരും അത് മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ കൊല്ലത്തേക്കാണ് BJP കടന്നു കയറിയിരിക്കുക. അതെ, കൊല്ലത്തേക്കാണ്. തിരുവനന്തപുരം കടന്ന് നേരെ കൊല്ലത്തേക്ക് വരികയാണ്. കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു ഇഴവ സ്വാധീനമുള്ള, CPM-ന് അത്രയും സ്വാധീനമുള്ള കശുവണ്ടി തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്ന, ഇപ്പോൾ ആ ഒരു പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്, ഇതൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് കൊല്ലം. പക്ഷേ കൊല്ലത്ത് ചാത്തന്നൂർ BJP ജയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നാളെ കൊല്ലത്ത് മറ്റു മണ്ഡലങ്ങളിലും ജയിക്കാമല്ലോ എന്ന ചിന്ത സ്വാഭാവികമായിട്ടും. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ മുന്നേറ്റം അവിടെ ഉണ്ടായി. വലിയ മുന്നേറ്റം ഉണ്ടായി. ഓരോ തെരഞ്ഞെടുപ്പിലും എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കൂടുന്നുണ്ട്. അടുത്ത തിരുവനന്തപുരമാണ് കൊല്ലം എന്നുള്ള ഒരു വാദം പൊതുവേ ഉണ്ട്. മാത്രമല്ല കൊല്ലത്ത് ഒരു ഹിന്ദു മെൻറ്റാലിറ്റി ഉള്ളവരാണ് കൂടുതലുള്ളത്. മാത്രമല്ല പല നിയമസഭാ മണ്ഡലങ്ങളും, അതായത് കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള, കൊട്ടാരക്കരയൊക്കെ അത്ര കരുത്തുള്ള പാർട്ടിയാണ് BJP. കൊട്ടാരക്കരയൊക്കെ ഭാവിയിൽ ജയിക്കാൻ കഴിയുന്ന പാർട്ടി. RSSനും നല്ല സ്വാധീനം. അതായത് കേരളത്തിലെ ഏറ്റവും A ക്ലാസ് ഇതിൽ ഒന്നാണ് RSSനെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കര. അപ്പോൾ ഇതൊക്കെ വളരെ ജയിക്കണം എന്നുള്ളൊരു പ്രവർത്തനം, പണ്ടൊന്നും BJPക്ക് അങ്ങനെ ജയിക്കണം എന്നുള്ളൊരു പ്രവർത്തനമൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ സ്വാഭാവികം ചാത്തന്നൂർ ജയിച്ചതോടുകൂടി ഇനി കൊല്ലത്ത് ജയിക്കുമെന്നുള്ള രീതിയിൽ പല പ്രവർത്തനങ്ങളും BJPക്ക് നടത്താൻ കഴിയും. അതിൻ്റെ മാറ്റം 2031 ഉണ്ടാകും. അതുപോലെ തന്നെ ഗോപകുമാർ, അദ്ദേഹത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം മണ്ഡലത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അവിടുത്തെ ജനകീയമായി കാര്യങ്ങൾ ഇടപെട്ട് കഴിഞ്ഞ 2 പ്രാവശ്യവും അദ്ദേഹം പതിയെ ഇത് കുറച്ചു ഇമ്പ്രൂവ് ചെയ്ത് കുറച്ചു കൊണ്ടുവന്നു. എതിരാളിയുമായിട്ടുള്ള അകലം കുറച്ചു കൊണ്ടുവന്നു. അത് ജയിക്കുകയും ചെയ്തു. പക്ഷെ ആരും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. സൈലന്റ് വർക്കായിരുന്നു. അതെ, ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ജയിച്ചേക്കാം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചാത്തന്നൂരൊക്കെ ജയിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതും മാറി, ചാത്തന്നൂരും ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ പൊതുവെ BJPയെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ചെയ്ത 140 മണ്ഡലങ്ങളിൽ ഏതൊക്കെ മണ്ഡലങ്ങളാണ് 2031 ശ്രദ്ധ വെക്കേണ്ടത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ കേരളത്തിൽ വലിയ മാറ്റത്തിന്
സാധ്യതയുണ്ട്. തീർച്ചയായും. അതിപ്പോൾ യു ഡി എഫിൻ്റെ ഭരണമാണല്ലോ വരുന്നത്. അപ്പോൾ യു ഡി എഫിൻ്റെ ഭരണം എന്ന് പറയുമ്പം ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് ഇവരുടെ ഒരു ഭരണം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് വി ഡി സതീശനൊക്കെ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ഒരു മൈനോറിറ്റി അപ്പീസ്മെൻറ്റിന് അങ്ങേ തലക്കിലെത്താനാണ് സാധ്യത. അപ്പോൾ സി പി എമ്മിന് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പഴയ പോലെയൊന്നുമല്ല. സി പി എമ്മിന് ഈ സെറ്റ് ബാക്കിൽ നിന്ന് കരകയറാൻ കുറച്ച് സമയം എന്തായാലും പിടിക്കും. പ്രത്യേകിച്ച് ബി ജെ പിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം വന്നിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറുണ്ട്, മുരളീധരനുണ്ട്, ഇപ്പം ഗോപകുമാറുണ്ട്. അപ്പം ഈ ഒരു കാര്യം, ഒരു വിഷയം സഭയിൽ ഉന്നയിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. അതെ, പുറത്ത് നിങ്ങൾ എന്ത് ചെയ്താലും അതൊരു ഒരു ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ ഈ രീതിയിലുള്ള ഒരു ദീർഘകാല പദ്ധതി എങ്ങനെ പിടിക്കണം? ഇപ്പോൾ 6 മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു. ഈ യു ഡി എഫിൻ്റെ ഒരു കാറ്റ് വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റാണ്. എന്നാൽ പോലും പലയിടങ്ങളിലും വോട്ടൊക്കെ കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ സഖ്യകക്ഷി എന്നുള്ള രീതിയിൽ ഇപ്പം പറയുകയാണെങ്കിൽ 2020 പെർഫോമൻസ് പ്രതീക്ഷിച്ച പോലെ പറ്റിയിട്ടില്ല. ബി ഡി എസ് മോശമായിരുന്നു. പിന്നെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രതീക്ഷിച്ച പോലെ ബി ജെ പിക്ക് അത് അനുകൂലമാക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും തിരുവല്ലയും പാലയും ഉണ്ട്. തീർച്ചയായിട്ടും രണ്ടാം സ്ഥാനത്ത് തിരുവല്ലയിൽ സാധിച്ചു. അത് വലിയൊരു നേട്ടമാണ്. തിരുവല്ല പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ബി ജെ പിയുടെ ഒരു ജനറൽ സെക്രട്ടറി അവിടെ മത്സരിച്ച് ഒരു ക്രിസ്ത്യൻ ഫേസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും വോട്ട് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പം എം ടി രമേശ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. അതായത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടിട്ടല്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. എല്ലാ വിഭാഗക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്ന ഇടവർക്കിടയിലേക്ക് ബി ജെ പി നന്നായിട്ട് ഇറങ്ങിച്ചെന്നിരുന്നു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം, ആറ്റിങ്ങലിൽ മുരളീധരൻ 3,14,000-ലധികം വോട്ട് നേടി ശരിക്കും 2 സ്ഥാനാർത്ഥികളെയും വിറപ്പിച്ചു. അതുകൂടാതെ തന്നെ കൊല്ലത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി. പല പ്രദേശങ്ങളും പറ്റിയിരുന്നു. അപ്പോൾ ഇത്തരം അതായത് ഒ ബി സി, എസ് സി, എസ് ടി വിഭാഗക്കാർക്കിടയിലേക്ക്, എസ് ടി ഇപ്പോൾ ഇവിടെ അത്ര ഒരു ഡൊമിനൻ്റ് അല്ല, പക്ഷേ എന്നാലും എസ് സി, ഒ ബി സി വിഭാഗക്കാർക്കിടയിലേക്ക് കുറച്ചുകൂടി ആ ഒരു ഔട്ട്റീച്ചും കൂടെ അവിടെ നടത്തുകയാണെങ്കിൽ ബി ജെ പിക്ക് അതൊരു ഗുണം ചെയ്യും. സി പി എം ഒന്ന് ദുർബലപ്പെട്ട് വരുന്നൊരു സാഹചര്യം നിൽക്കുമ്പോൾ. അത് മാത്രമല്ല, ഈ ഔട്ട്റീച്ച് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ റീച്ച് ഉണ്ടാക്കിയാൽ മതി, ഔട്ട്റീച്ച് താനേ വന്നോളൂ. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഔട്ട്റീച്ചിന് വേണ്ടിയിട്ട് അടിസ്ഥാന കാര്യങ്ങളിൽ വെള്ളം ചേർക്കേണ്ട സാഹചര്യം ആക്ച്വലി ബി ജെ പിക്ക് സത്യത്തിൽ ആവശ്യമില്ല. ഔട്ട്റീച്ച് എന്ന് പറയുന്നത് റീച്ച് ഉണ്ടാക്കിയാൽ താനേ വരുന്ന സംഗതിയാണ്. അങ്ങനെയാണ് അവർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക. അതെ, അത്രയേ ഉള്ളൂ. അത് ഇങ്ങനെ ഈ പറയുന്ന സഭാധ്യക്ഷന്മാരെ കണ്ടിട്ടൊന്നും അല്ല. അത് സാധാരണക്കാരായുള്ള ക്രിസ്ത്യാനികൾ നിരവധി പേർ ഇന്ന് ബി ജെ പിക്ക് പിന്തുണ അറിയിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ നല്ല പിന്തുണയുണ്ട്. അപ്പം നമ്മൾ ബി ജെ പി അങ്ങനെയുള്ളവരെ കണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയാൽ അത് ഗ്രാജുവലായിട്ട് അതിൻ്റെ ഒരു മാറ്റം ബി ജെ പിക്ക് ഉണ്ടാകും. അതാണ് നേരത്തെ പറഞ്ഞത്, നമുക്ക് എവിടെയാണോ റീച്ച് ഉള്ളത് ആ റീച്ച് മാക്സിമം ഉണ്ടാക്കുക, അതിനുശേഷമാണ് ഔട്ട്റീച്ചിലേക്ക് നോക്കേണ്ടത്. അല്ലെങ്കിൽ അത് ചെയ്താൽ ഔട്ട്റീച്ച് താനേ വരും എന്നുള്ളതാണ്. പിന്നെ ഒരു ദുർബലരായ മുന്നണി സംവിധാനം. അതെ, മുന്നണി സംവിധാനം. അത് കുന്നത്തുനാട് ഒഴിച്ച് 2020 ഈ പറയുന്ന പോലെ വലിയ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സ്വാധീനമില്ലായിരുന്നു. കുന്നത്തുനാട് 40,000 മുകളിൽ വോട്ട് പിടിച്ചു. പക്ഷേ അതല്ലാതെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 30 മുകളിൽ വോട്ട് പിടിച്ച ഒരു 2020 സ്ഥാനാർത്ഥികളുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് നോക്കിയിട്ടില്ല, ചിലപ്പോൾ തെറ്റിക്കാം. പക്ഷേ തൃപ്പൂണിത്തുറയിൽ അഞ്ജലി 29,900, അപ്പോൾ 30 പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അത് തൃപ്പൂണിത്തുറയിൽ ബി ജെ പിക്ക് ബേസ് വോട്ടുള്ള സ്ഥലം. അതെ, അവിടെ നഗരസഭ ബി ജെ പിയാണ് ഭരിക്കുന്നത്. 2020 എത്ര വോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതുപോലെ ബി ഡി ജെ എസ് മത്സരിച്ച മിക്ക സ്ഥലങ്ങളിലും ബി ഡി ജെ എസിൻ്റെ വോട്ടുകൾ നല്ല കുറവാണ്. അത് ബി ഡി ജെ എസിനെ മാത്രം നമ്മൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, തീർച്ചയായിട്ടും ബി ജെ പിയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു മുന്നണി സംവിധാനത്തെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിക്ക് കഴിയുമെങ്കിൽ അതിനൊപ്പം തന്നെ മാറ്റം ഉണ്ടാക്കാൻ മറ്റ് മുന്നണി കൂടെയുള്ള സഖ്യകക്ഷികൾക്കും കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റത്തിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും കേരള നിയമസഭയിൽ 3 പേര് വേറൊരു ബ്ലോക്കായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊരു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ്.